ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം. നമ്മൾ രാവിലെ ഉണർന്ന് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പഠിച്ച് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആരംഭം, ഈ ഒരു 5 മണി സമയം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ തരട്ടെ. നിങ്ങൾ കുറേ ദിവസമായിട്ട് രാവിലെ 5 മണിക്ക് ഈ ഒരു 5 മണി സമയത്ത് എഴുന്നേറ്റിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് അത്രയും മനോഹരമായിട്ട് പഠിച്ചുകൊണ്ട് പോകാനുള്ള എനർജി ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എന്താണ് ആ ആഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു 5am ക്ലബ്ബിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു ചോദ്യമാണ്, ഒരു അടിപൊളി ചോദ്യമാണ്. അതായത് ദേശീയ ആസൂത്രണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, ദേശീയ ആസൂത്രണ സമിതിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു 3 പ്രസ്താവനയുണ്ട്. ഒന്ന്, ഇതിന്റെ ഉത്തരം ഇവിടെ കിടപ്പുണ്ടല്ലേ, ഇതിൻ്റെ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഉത്തരം കണ്ടു കാണും. ഇനി കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഞാനൊന്ന് മറച്ചതാണ്, ഉത്തരം മറക്കാൻ മറന്നുപോയി. ഓക്കെ, പോട്ടെ. ഇത് 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ദെൻ 2 സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ദെൻ സമിതിയുടെ ചെയർമാനായി ജവഹർലാൽ നെഹ്റുവിനെ തിരഞ്ഞെടുത്തു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോയ്സുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് കണ്ടെത്തുക. ദെൻ ഒന്നാമത്തേത് 1, 2 മാത്രം ശരി, 2, 3 മാത്രം ശരി, 1, 2, 3 ശരി, ദെൻ 1, 3 മാത്രം ശരി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? മക്കളെ, ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്താണ് ശരിയാണ്. അതായത് 1938 ഹരിപുര സമ്മേളനത്തോട് കൂടിയിട്ടാണ് എന്തോ നിലവിൽ വന്നത്, ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് വന്ന ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതായത് കോൺഗ്രസ് സമ്മേളനം, ഹരിപുര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്നാൽ ഈ സമിതിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അതായത് ദേശീയ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ ഈ 2 വ്യക്തികളെ തമ്മിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല. അതായത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദേശീയ ആസൂത്രണ സമിതി ആണെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ സമിതി ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇത് തമ്മിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഈ ദേശീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോയിന്റുകളൊന്ന് നോക്കി വരാം. അതായത് നമുക്ക് ഇന്ത്യയിലെ ദേശീയ ആസൂത്രണത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1934 നമ്മുടെ എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശ്വേശ്വരയ്യ തന്റെ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ സ്വാതന്ത്ര്യത്തിന് വളരെ മുമ്പ് തന്നെ രാജ്യത്ത് ആസൂത്രണം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. അതായത് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് 1947 പക്ഷെ അപ്പോഴേക്ക് വെയിറ്റ് ചെയ്യേണ്ട, അതിനു മുമ്പേ നമുക്ക് എന്ത് വേണം, നമുക്ക് ആസൂത്രണത്തിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് ആര് പറഞ്ഞതാണ്? നമ്മുടെ എം വിശ്വേശ്വരയ്യ. അപ്പൊ അവിടെയും ഒരു ചോദ്യമുണ്ട്. എം വിശ്വേശ്വരയ്യയും അതേപോലെ തന്നെ പി സി മഹലനോബിസും ഇത് തമ്മിലൊരു ചോദ്യമുണ്ട്. എം വിശ്വേശ്വരയ്യ നമ്മളിപ്പോൾ പറഞ്ഞു ഫാദർ ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് എം വിശ്വേശ്വരയ്യാണ്. പക്ഷേ പ്ലാനിങ്ങിന്റെ ഡിസൈനർ ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് പി സി മഹലനോബിസ് ആണ്. അപ്പൊ ഡിസൈനർ ആണെങ്കിൽ അത് പി സി മഹലനോബിസും, വിശ്വേശ്വരയ്യ ആരാണ്? പിതാവുമാണ്. ഇത് ട്വിസ്റ്റ് ചെയ്യരുത്. അപ്പൊ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളെ പിതാവ് എന്ന് സാധാരണ വിളിക്കുന്ന ആരെയാണ്? അയ്യ എന്നല്ലേ പറയാ? പിതാവ് അയ്യ. തമിഴൊക്കെ പറയുമ്പോൾ അതിനകത്തിൽ അയ്യ എന്ന് പറയാറുണ്ട്. ആരെയാണ് അയ്യ എന്ന് പറയാറുള്ളത്? പിതാവിനെയാണ്. അപ്പം പ്ലാനിങ്ങിന്റെ പിതാവ് ആരാണ്? അത് വിശ്വേശ്വരയ്യാണ്. പ്ലാനിങ്ങിന്റെ പിതാവ് വിശ്വേശ്വരയ്യാണ്. പ്ലാനിങ്ങിന്റെ ഡിസൈനർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? പി സി മഹലനോബിസ് ആണ്. ക്ലിയർ ആണ്? സെറ്റാണ്. ഇനി നോക്കിക്കടാ, ഒന്ന്, ദേശീയ ആസൂത്രണ സമിതി 1938 ഉണ്ടായി. ഇത് ഹരിപുര സമ്മേളനം 38 വെച്ചാണ് ദേശീയ ആസൂത്രണ സമിതി ഉണ്ടായത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് സമിതിയുടെ അധ്യക്ഷനായിട്ട് വന്നത്. ക്ലിയർ ആണല്ലോ? തെറ്റരുത് കേട്ടോ. അടുത്ത് നോക്കിയേ, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്ലാനാണ് 1944 ബോംബെ പ്ലാൻ. അതായത് സർ പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, അതേപോലെ തന്നെ JRD ടാറ്റ തുടങ്ങിയ 8ഓളം പ്രമുഖ വ്യവസായികളുടെ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി അല്ലെ അവർ തയ്യാറാക്കിയ ഒരു പ്ലാനാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് സാമ്പത്തികപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന, ബിസിനസ് പരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവര് ഒരു വികസന പദ്ധതി രൂപീകരിച്ചു. അതിനെയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 8 പേരാണ്, 8 വ്യവസായികളാണുള്ളത്. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു, അതാണ് ജോൺ മത്തായി. ഓക്കെ,
ജോൺ മത്തായി. അപ്പൊ ജോൺ മത്തായി എന്ന് പറയുന്ന SBIയുടെ ആദ്യത്തെ ചെയർമാൻ ആയിട്ടുള്ള ജോൺ മത്തായി എന്തിലുണ്ടായിരുന്നു? ഈ ബോംബെ പ്ലാനിൽ ഉണ്ടായിരുന്നു. അതിൽ JRD ടാറ്റയുണ്ട്, JD ബിർളയുണ്ട്, ദെൻ പുരുഷോത്തം ദാസ് ദാക്കൂർദാസ് ഉണ്ട്, കസ്തൂർബായി ലാൽഭായി ഉണ്ട്, അർദേശിർ ദലാൽ ഉണ്ട്, ലാല ശ്രീറാം ഉണ്ട്, ജോൺ മത്തായി ഉണ്ട്, AD ഷെറോഫ് ഉണ്ട്. ഇങ്ങനെയാണ് 8 പേര് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ ബോംബെ പ്ലാൻ 1944. ഇനി അതിനുശേഷം പീപ്പിൾസ് പ്ലാൻ ഉണ്ടായി. 1945 പീപ്പിൾസ് പ്ലാൻ 1945. MN റോയ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ അമരക്കാരനായിട്ടുള്ള MN റോയ് കൊണ്ടുവന്ന ഒരു പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. പീപ്പിൾസ് പ്ലാന്റെ മലയാളമാണ് ജനകീയ പദ്ധതി. പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി ആരാ കൊണ്ടുവന്നേ? അത് MN റോയ് ആണ്. കാർഷിക ഉപഭോക്തൃ ഉൽപ്പന്ന വ്യവസായങ്ങൾക്ക് കൂട്ടായവൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയാണ് MN റോയ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായവൽക്കരണം സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു പീപ്പിൾസ് പ്ലാനിലൂടെ, ജനകീയ പദ്ധതിയിലൂടെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതായത് ഇദ്ദേഹം കൂടുതലായിട്ടും കാർഷിക മേഖലയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം ആര് കൊടുത്തു? MN റോയ് കൊടുത്തു. അതിനുശേഷമാണ് ഗാന്ധിയൻ പ്ലാൻ വരുന്നത്. ഗാന്ധിയൻ പ്ലാൻ 1944 ഉണ്ടാവുന്നത്. ഗാന്ധിയൻ പ്ലാൻ 1944 ഉണ്ടാവുക. ശ്രീമാൻ നാരായണന്റെ നേതൃത്വത്തിൽ, അതായത് ഗാന്ധിയൻ പദ്ധതിയുടെ വക്താവായിട്ടുണ്ടായിരുന്നത് ശ്രീമാൻ നാരായണനും SN അഗർവാളും ഒക്കെയാണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിലാണ് ഗാന്ധിയൻ പദ്ധതി ഉണ്ടാകുന്നത്. കുടിൽ വ്യവസായം, അത് ഈ ഗാന്ധിയൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടിൽ വ്യവസായവും അതേപോലെ തന്നെ ഗ്രാമീണ വികസനവും ഈ രണ്ട് കാര്യങ്ങളെ കേന്ദ്രീകരിച്ച് ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ഗാന്ധിയൻ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ മുൻഗണന കുടിൽ വ്യവസായങ്ങൾക്കും അതേപോലെ തന്നെ ഗ്രാമീണ വികസനത്തിനുമായിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഗാന്ധിയൻ പദ്ധതി 1944. മറ്റൊന്നാണ് സർവോദയ പദ്ധതി. 1950 സർവോദയ പദ്ധതി ഉണ്ടാകുന്നത്. സർവോദയ പദ്ധതി 1950 ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് എന്ത് വന്നത്? ഈ പറയുന്ന സർവോദയ പദ്ധതി ഉണ്ടായത്. ഈ പദ്ധതി ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും അതേപോലെ തന്നെ വിനോബ ഭാവയുടെ സർവോദയ ആശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും സർവോദയ പ്ലാനിൽ നിന്നും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സർവോദയ പദ്ധതി 1950 ജയപ്രകാശ് നാരായണൻ തയ്യാറാക്കിയത്. അവിടെയും ഉറപ്പായിട്ടും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കൃഷി, ചെറുകിട വ്യവസായം, കുടിൽ വ്യവസായം എല്ലാം എന്തിന്റെ ഭാഗം തന്നെ ആയിരിക്കും? സർവോദയ പദ്ധതിയുടെ ഭാഗമായിരിക്കും. അപ്പൊ 1944 2 പദ്ധതികളുണ്ട്. ഒന്ന് ബോംബെ പ്ലാൻ, 2 ഗാന്ധിയൻ പ്ലാൻ. 1945 പീപ്പിൾസ് പ്ലാൻ. 1950 ജയപ്രകാശ് നാരായണന്റെ സർവോദയ പ്ലാൻ. ഓക്കെ ആണ്, സെറ്റ് ആണല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അതിനുശേഷം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1950 മാർച്ച് മാസം 15-ാം തീയതി 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ് എന്ത് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരിക. അപ്പൊ ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ്. ആ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കുറിച്ചിട്ടേക്കുക. ഇഷ്ടംപോലെ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. മാർച്ച് 15, 1950 ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ ആണ്. ദെൻ ഇത് നിർദ്ദേശിച്ചത്, ഈ ഒരു കമ്മിറ്റി നിർദ്ദേശിച്ചതാരാണ്? ഈ ഒരു ആസൂത്രണ കമ്മീഷൻ നിർദ്ദേശിച്ചതാരാണ്? അത് 1946 നിയോഗിക്കപ്പെട്ട KC നിയോഗി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ KC നിയോഗി കമ്മിറ്റിയാണ് എന്ന് നിർദ്ദേശിച്ചത് 1946 ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞത് KC നിയോഗി കമ്മീഷനാണ്. അതിന്റെ ഭാഗമായിട്ട് 1950 മാർച്ച് 15-ാം തീയതി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഈ ആസൂത്രണ കമ്മീഷൻ ഒരു ചെയർമാൻ ഉണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അപ്പം ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരായിരിക്കും? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായത് ആരാണ്? അല്ലെങ്കിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആരായിട്ടുള്ളത്? പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനുമായിട്ടുള്ളത്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. 1928 സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യമായിട്ട് ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ആശയമൊക്കെ കൊണ്ടുവരിക. അതായത് സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ അധ്യക്ഷനായിരുന്ന
ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ് പഞ്ചവത്സര പദ്ധതികൾ ലോകത്തിൽ ആദ്യമായിട്ട് സമ്മാനിച്ചത്. അവിടെ നടപ്പിലാക്കുന്നതാണ് 1928 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 ഇയർ പ്ലാൻ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? രാജ്യത്തിന്റെ ദ്രുതവും സന്തുലിതവുമായ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മുടെ രാജ്യത്തെ കുറച്ചുകൂടി വേഗത്തിൽ വളർത്തുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. ദെൻ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിക്കുക എന്നുള്ളത് പ്ലാനിംഗ് കമ്മീഷന്റെ ലക്ഷ്യമാണ്. അങ്ങനെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഉണ്ടായി. 1951 മുതൽ 56 വരെ 5 വർഷക്കാലത്തേക്ക് ആദ്യ പഞ്ചവത്സര പദ്ധതി ഉണ്ടായി. ഈ പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും കാർഷിക മേഖലയെ ഊന്നിക്കൊണ്ടായിരുന്നു. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം ഇന്ത്യയുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു. ക്ഷാമവും പരിതാപവുമായിട്ട് നിറഞ്ഞു നിന്നൊരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് ഇന്ത്യ എന്ത് ചെയ്യണം? സമ്പന്നമാകുന്ന, ആളുകൾക്കെല്ലാം തൃപ്തികരമാകുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് മാറണം. അതിനു വേണ്ടിയിട്ട് കാർഷിക മേഖലയ്ക്ക് തന്നെ ആദ്യം എന്ത് ചെയ്തു? കൂടുതൽ പ്രാധാന്യം കൊടുത്തു. കൃഷി, ജലസേചനം എന്നിവയിലാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. രാജ്യത്തിന്റെ വിഭവങ്ങളുടെയും വിവിധ വികസന പദ്ധതികൾക്കുള്ള ഫണ്ടുകളുടെയും വിതരണത്തിൽ ഇതൊരു ഉപദേശക പങ്കുവഹിച്ചു, അല്ലെങ്കിൽ ഉപദേശക സ്ഥാനത്ത് നിന്ന് ആസൂത്രണ കമ്മീഷൻ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഈ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജനാ ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാജ്യത്തിന്റെ ദേശീയ വികസനത്തിന്റെ മൂലക്കല്ല് എന്നറിയപ്പെടുന്ന പ്ലാനിംഗ് കമ്മീഷനാണ്. ഇതിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഗുൽസാരിലാൽ നന്ദയാണ്. ചോദ്യമാണ് കേട്ടോ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ഗുൽസാരിലാൽ നന്ദയാണ്. അവസാനത്തെ പ്രസിഡന്റ് ആണ് കേട്ടോ. അവസാനത്തെ പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ അവസാനത്തെ അധ്യക്ഷൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. അവസാന അധ്യക്ഷൻ അത് നരേന്ദ്രമോദിയാണ്. അവസാനത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. അത് പഠിച്ചു വെക്കാൻ എന്താ, അലുവ കൊടുത്ത് പിരിഞ്ഞു നോർത്താൽ മതി. പ്ലാനിംഗ് കമ്മീഷൻ അവസാനിപ്പിച്ചത് അലുവ കൊടുത്താണ്, അലുവാലിയ. അങ്ങനെ 2014 പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുകയും അതിനുശേഷം എന്ത് വന്നു? പുതിയൊരു സ്ഥാപനം നിലവിൽ വന്നു, ഒരു തിങ്ക് ടാങ്ക് നിലവിൽ വന്നു. അതിനെയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തെ 5 ഇയർ പ്ലാൻ, അതായത് ഞാനെടുത്ത ആദ്യത്തെ 5 ഇയർ പ്ലാനിൽ നീതി ആയോഗിനെ പറ്റി ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 2015 ജനുവരി മാസം 1-ാം തീയതി എന്ത് വന്നു? നീതി ആയോഗ് നിലവിൽ വന്നു. ക്ലിയർ ആണ്. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ കടമകളാണ് രാജ്യത്തിന്റെ സമ്പത്തുകളെ ഫലപ്രദമായും തുല്യതയോടും കൂടി സമാഹരിച്ച് വികസന ലക്ഷ്യത്തോടെ ഉപയോഗിക്കുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഉപദേശം സ്വീകരിച്ച് അതനുസരണമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുക. സാമ്പത്തിക വികസന വിരുദ്ധ പ്രവണതകളെ കണ്ടെത്തി സൂചനകൾ നൽകുക. ഇതൊക്കെ എന്താണ്? പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ ഇത് മത്സര പരീക്ഷകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇഷ്ടംപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു ഭാഗമാണ്. ആ ഒരു ഇമ്പോർട്ടൻസിൽ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി ഈ ഒരു ഭാഗം എന്ത് ചെയ്യാൻ? മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്, സെറ്റാണ്. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു പോയിന്റ് ആണ്, ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 2001-ലാണ്. ഓക്കെ, അതുകൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി സമാന്തര ക്യാബിനറ്റ് എന്നോ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ലെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക ക്യാബിനറ്റ് എന്നോ സൂപ്പർ ക്യാബിനറ്റ് എന്നോ ഒക്കെ ആരെ വിളിക്കാൻ പറ്റും? പ്ലാനിംഗ് കമ്മീഷനെ വിളിക്കാൻ പറ്റും. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന്റെ മറ്റു പേരുകളാണ് സമാന്തര ക്യാബിനറ്റ്, പാരലൽ ക്യാബിനറ്റ്, അതേപോലെ തന്നെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്, ദെൻ സാമ്പത്തിക ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, ദെൻ സൂപ്പർ ക്യാബിനറ്റ്. ഇതെല്ലാം ആര് തന്നെയാണ്? പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ 1965-ലാണ് രൂപീകരിച്ച നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ 1965-ലാണ്. ഇനി ദേശീയ വികസന കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ട്. ദേശീയ പ്ലാനിംഗ് കൗൺസിൽ അല്ല, അത് 1965-ലാണ്. ഇത് ദേശീയ വികസനം ഡെവലപ്മെന്റ് കൗൺസിലാണ്. അത് 1952-ലാണ്. അതായത് അധിക ഭരണഘടനാപരവും നിയമപരവും അല്ലാത്തതുമായിട്ടുള്ള സ്ഥാപനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സംഗതി അല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പരാമർശമില്ല. നിയമപരമാണെന്ന് ചോദിച്ചാൽ നിയമപരവുമല്ല, അല്ലാത്തൊരു സ്ഥാപനമാണെന്ന് പറയുന്നത് ഈ പറയുന്ന ദേശീയ വികസന കൗൺസിൽ എന്ന് പറയുന്നത് 1952 ഓഗസ്റ്റ് മാസം 6-ാം തീയതി രൂപീകരിക്കപ്പെട്ടു. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഇവിടെയും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്.
അപ്പോൾ ഇവിടെ രണ്ടിടത്ത്, അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനും ആര് തന്നെയാണ്? അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്നുള്ള കാര്യം. അതായത് ആദ്യത്തേത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഇവിടെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് 1950 ദേശീയ തലത്തിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും എന്ത് വന്നിട്ടുണ്ട്? ആസൂത്രണ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. 1967 കേരളത്തിൽ എന്ത് നിലവിൽ വന്നത്? സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ് ഈ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുക. ഇത് കൂടാതെ തന്നെ ഇതിനൊരു ഉപാധ്യക്ഷൻ ഉണ്ടാകും. അങ്ങനെ ചില പാർട്ട് ടൈം മെമ്പേഴ്സും ഒക്കെ ചേർന്നതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എന്ന് പറയുന്നത്. ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി ബോർഡിലെ സ്ഥിര അംഗമായിരിക്കും. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയും ഒക്കെ ഈ ബോർഡിലെ സ്ഥിര അംഗങ്ങളായിട്ട് ഉണ്ടാകും. ദെൻ പ്ലാനിംഗ് ബോർഡ് 7 പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു 7 വിഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് പ്ലാൻ കോർഡിനേഷൻ, കൃഷി, വ്യവസായം, സോഷ്യൽ സർവീസിംഗ്, ദെൻ വികേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം, പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ് വിഭാഗം, ഇവാലുവേഷൻ ഡിവിഷൻ എന്നിങ്ങനെയാണ് 7 ബോർഡുകൾ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഡേറ്റയാണ് കേട്ടോ, ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലെ ഡേറ്റയാണ്. ആ ഡേറ്റ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്ലാൻ കോർഡിനേഷൻ, കൃഷി, വ്യവസായം, സോഷ്യൽ സർവീസ് വിഭാഗം, വികേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം, പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ് വിഭാഗം, ഇവാലുവേഷൻ ഡിവിഷൻ തുടങ്ങിയവയൊക്കെ 7 വിഭാഗങ്ങളാണ്. വിവര സാങ്കേതിക വിദ്യാശാഖയും പ്ലാൻ പബ്ലിസിറ്റി വിഭാഗവും ഈ ഒരു സമിതിയിലുണ്ട്. ഇതിന്റെ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രനാണ് കേട്ടോ. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്, ഇപ്പൊ പിണറായി വിജയനാണ്. ദെൻ വൈസ് ചെയർമാൻ VK രാമചന്ദ്രനാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി പഞ്ചവത്സര പദ്ധതികൾ എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ 1951 മുതൽ 2017 വരെ നീണ്ടു നിൽക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടം. 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. പക്ഷെ 2014 എന്ത് ചെയ്തു? പഞ്ചവത്സര പദ്ധതികളൊക്കെ അവസാനിപ്പിച്ചു. 2015 അങ്ങനെ നീതി ആയോഗ് നിലവിൽ വന്നു. പക്ഷേ 1951 മുതൽ 2017 വരെ പഞ്ചവത്സര പദ്ധതികൾ നീണ്ടു നിന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ സമ്പദ് വ്യവസ്ഥയെ പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ നിലവിൽ വന്നത്. അങ്ങനെ ആദ്യം 1944 ബോംബെ പ്ലാൻ വന്നു, നമ്മൾ കണ്ടതാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയവും നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അങ്ങനെ 1951 മുതൽ 2012 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതികൾ നിലവിൽ. അപ്പൊ നമുക്ക് ഇതോടുകൂടി ഇന്നത്തെ 5 ഇയർ പ്ലാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ഒരു ദിവസം പറ്റുന്നതിന്റെ മാക്സിമം എഫോർട്ട് ഇട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പഠനം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് വിടവാങ്ങുന്നു. വീണ്ടും നമുക്ക് നാളെ രാവിലെ 5 മണിക്ക് കാണാം. അതുവരേക്കും താങ്ക് യു. അതേപോലെ തന്നെ നിങ്ങൾ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ കയറി സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ചാനലിലേക്ക് പോകും. ആ ചാനലിൽ വൈകുന്നേരം 7 മണിക്ക് SCERT ക്ലാസ് നടക്കുന്നുണ്ട്. SCERT അതേപോലെ തന്നെ കറണ്ട് അഫെയർ ക്ലാസ്സുകൾ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അത് ലൈവ് ക്ലാസ് ആണ്. 7 മണി മുതൽ 8 മണി വരെ എന്താണ് ലൈവായിട്ട് അതിലെ ക്ലാസ് ഉണ്ടാകും. ഓക്കെ അല്ലേ? അതിൻ്റെ നോട്ടും ക്ലാസ് റെക്കോർഡിങ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. ഒപ്പം മറ്റ് ഫ്രീ മെറ്റീരിയലുകൾ ആയിക്കോട്ടെ, മറ്റ് ഇൻഫർമേഷനുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ ഒരു ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്ത് ചെയ്യുക? ആ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്തേക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.